ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടെയെന്നറിയോ? ആഞ്ജനേയ വെൽനസ് സെൻറ്റർ, കുറവിലങ്ങാട്. എൻ്റെ സ്വന്തം നാടാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര നടുവേദനയും കാൽവേദനയും ഒക്കെ പ്രശ്നങ്ങളൊക്കെയാണ്. നമ്മുടെ ജോലി നേഴ്സാണല്ലോ, അപ്പോൾ പിന്നെ അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യമാണ് തലയിൽ നിറയെ എണ്ണ വെച്ചിട്ട് നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്യും. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ജ്വല്ലറീസ്, നമ്മുടെ ആഭരണങ്ങളൊക്കെ ഊരണം, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റണം. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാനും മൈഗ്രെയിൻ കുറയാനും കണ്ണ് നല്ല കുളിർമ കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പേടിക്കേണ്ട, ഇതെല്ലാം കഴുകിക്കളയാട്ടോ. അപ്പം അവർ അവിടെ ഉണ്ടാക്കിയ എന്താ പറയുക, ആയുർവേദ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് കാല്, അതായത് ഫുൾ ബോഡി ഒഴിയുവാണ് കേട്ടോ. ഫേഷ്യൽ മസാജാണ് നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മീൻസ് എന്താ പറയുക, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വളരെ നന്നായിട്ടാണ്, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് ആദ്യമേ നമ്മൾ ഈ ഡ്രസ്സൊക്കെ മൊത്തം ഊരിയിട്ടൊക്കെ വേണമല്ലോ മസാജൊക്കെ ചെയ്യാൻ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവർ തരുന്ന തോർത്തും കോണകം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ എന്താ പ്രൈവറ്റ് പാർട്സ് മറയ്ക്കാനുള്ള, അതുമാണ് ഇടേണ്ടത്. എന്നാലാണ് അവർക്ക് ശരിക്കും മസാജ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവരെന്നെ നന്നായിട്ട് കംഫർട്ടബിളാക്കി. ഞാൻ അത് കഴിഞ്ഞ് അവരോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ കഴിഞ്ഞ 7 ദിവസം എങ്ങാണ്ട് ഞാൻ മസാജ് ചെയ്യാൻ പോയി. ആദ്യത്തെ ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയി. പിന്നെ അത് കാരണം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ബോഡിക്കൊക്കെ നല്ല സുഖം, ഭയങ്കര നീർക്കെട്ടൊക്കെ ആയിരുന്നു, അതൊക്കെ വളരെ കുറഞ്ഞു. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ മസാജ് ചെയ്യും, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സർവ്വ ജോലിയും ചെയ്യും, പിന്നെ യാത്ര ചെയ്യും. അങ്ങനെയൊക്കെ ആയപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു ഡോക്ടർ, അത് അവിടുത്തെ ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, നമ്മൾ റെസ്റ്റ് എടുക്കണം, കറക്റ്റായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്കിത് ജസ്റ്റ് ഒരു റിലീഫിന് വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ എനിക്കറിയാം, ഇങ്ങനെ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കണം, അധികം യാത്രയൊന്നും ചെയ്യാൻ പാടില്ല, കറക്റ്റ് ടൈമിങ്ങിൽ എടുക്കണം എന്നൊക്കെ. പക്ഷേ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു ദിവസം രാവിലെ പോയി, ചില ദിവസം വൈകുന്നേരം പോകും, ചില ദിവസം ഉച്ചയ്ക്കോ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എൻ്റെ മോനെയും ഞാൻ, അവന് കാലിന് വേദനയായിട്ട് ചെയ്തായിരുന്നു കേട്ടോ മസാജിങ്. ഇപ്പം ചെയ്യുന്നതാണ് കിഴി. അതായത് ഇതിനകത്ത് എന്താ പച്ച ദ്രവ്യങ്ങൾ, അതായത് ആയുർവേദ മെഡിസിൻസൊക്കെ കൂടി ഒരു കിഴിയായിട്ട് കെട്ടി അത് ചൂടിൽ വെച്ചിട്ട് അത് നമ്മുടെ മസാജ് ചെയ്ത് ഓയിൽ വെച്ച് മസാജ് ചെയ്ത ആ ഭാഗങ്ങളിൽ ഇങ്ങനെ ചെയ്യും. അപ്പോഴതിന് ഒത്തിരി വേദനകളൊക്കെ കുറവുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് സ്റ്റീമാണ് പറഞ്ഞിരുന്നത് ഡോക്ടർ കേട്ടോ. അതായത് നമ്മളെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ സ്റ്റീമുള്ള ഒരു എന്താ പറയുക, ഒരു റൂമിൻ്റെ അകത്ത് കയറ്റിയിരുത്തിയിട്ട്, റൂം ഒരു ചെറിയൊരു ഇതുപോലെ ആക്കിയിട്ട് അതിനകത്ത് കയറ്റിയിരുത്തി നമ്മുടെ ഫുള്ള് നമുക്ക് സ്റ്റീമായി, നമ്മുടെ എണ്ണയൊക്കെ പുരട്ടിയതെല്ലാം സ്റ്റീം കൊണ്ട് അങ്ങോട്ട് അരിത്തു വരും. ഇതാണ് നമുക്ക് അവസാനം കുളിക്കാൻ തരുന്ന വെള്ളം. അപ്പം എന്താ പറയുക, ഇതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടറിനോട് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ആവശ്യകത എന്താണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എൻ്റെ വലിയൊരു മീനൊക്കെ, അപ്പം മോനത് കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മോന് ഞാനൊരു 5 ദിവസം മസാജിങ് ചെയ്യാൻ പറഞ്ഞു. അവന് കാലിന് ഭയങ്കര വേദനയാണ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ എന്താ പറയുക, എൻ്റെ ബോഡിക്ക് നല്ലതായേനെ. പക്ഷേ ബോഡിക്കൊക്കെ ഒരു ചെറിയൊരു അഴവൊക്കെ വന്നു, കാരണം ഭയങ്കരമായിട്ടും നീരൊക്കെ വെച്ച് കാലൊക്കെ കല്ല് പോലെയായിരുന്നു എൻ്റെ ഇരുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഒരു ദിവസമാണെങ്കിൽ ബ്ലഡ് ഷുഗറൊക്കെ കുറഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ ഹറിബറിയായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഡോക്ടറാണെങ്കിൽ അവിടെ എനിക്ക് എന്താ പറയുക, ഫുഡ് വരെ മേടിച്ചു തന്നു. അത്രയും നല്ല കോപ്പറേറ്റീവായിട്ടുള്ള സ്റ്റാഫാണ്, ഡോക്ടറുമാണ്. അതുപോലെ തന്നെ അവിടെ ഫീമെയിലിന് ഫീമെയിലും മെയിലിന് മെയിലും ആണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരായിരുന്നു എന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്ത്. ഞാൻ അവരിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നാട്ടിൽ ചെല്ലുമ്പം ഇനിയും ഞാൻ അവരുടെ അടുത്ത് പോകും. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ ലുക്ക് ആഫ്റ്റർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുക.